താങ്കളുടെ നോമിനേഷനിൽ മുഴുവൻ പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും അതിന് നിയമപോരാട്ടം തുടരുമെന്നാണ് CPM പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞേക്കണ അവർ പറഞ്ഞിരിക്കുന്ന ആരോപണം എന്തൊക്കെയാണെന്ന് അറിയാം. ഒന്ന്, ഞാൻ അഭിഭാഷകനാണ്, എൻ്റെ വരുമാനം അതിൻ്റെ അത് രേഖപ്പെടുത്തിയിട്ടില്ല. ഞാൻ 25 വർഷമായി പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ എങ്ങനെയാണ് ഞാൻ വരുമാനം രേഖപ്പെടുത്തുന്നത്? എന്തൊരു വിഡ്ഢിത്തം നിറഞ്ഞ ഒബ്ജക്ഷനാണ്. കേൾക്ക്. ഒന്ന്. രണ്ട്, ഞാൻ എൻ്റെ വണ്ടിക്ക് ഫൈൻ അടിച്ചു, അത് ഞാൻ അടച്ചിട്ടില്ല. എൻ്റെ വണ്ടിക്ക് ഒരു ബാധ്യതയില്ലെന്ന് ടൂറിസം ഡയറക്ടറാണ് എൻ്റെ ഓണർ. അദ്ദേഹം എനിക്ക് NOC തന്നിട്ടുണ്ട്. NOC ഞാൻ ഹാജരാക്കിയിട്ടുണ്ട്. 2022 എനിക്ക് പുതിയ വണ്ടി തന്നത്. പഴയ വണ്ടി എന്നിട്ട് ടൂറിസം ഏറ്റെടുത്തു. ആ പഴയ വണ്ടി ടൂറിസത്തിൻ്റെ ഇരിക്കുമ്പോൾ ആ 2023 ആ വണ്ടിക്ക് ഫൈൻ അടിച്ചതിന് ഞാൻ എന്തിനാണ് ഫൈൻ കൊടുക്കണത്? അതാണ് അബദ്ധമാണ് ഇവർ പറഞ്ഞിരിക്കുന്ന പരാതി. അത് അതുപോലെ തന്നെ തള്ളിക്കളഞ്ഞത്. പിന്നെ സ്വർണത്തിൻ്റെ വില ഞാൻ കാണിച്ചില്ല എന്ന്. ഞാൻ സ്വർണ്ണം എത്ര പവനുണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. സ്വർണത്തിൻ്റെ പർച്ചേസ് വാല്യൂവും കൊടുത്തിട്ടുണ്ട്. അഡീഷണൽ അഫിഡവിറ്റ് കൊടുത്ത് സ്വർണത്തിൻ്റെ മാർക്കറ്റ് വാല്യൂവും കാണിച്ചിട്ടുണ്ട്. അതായത് നോമിനേഷൻ പേപ്പറിൽ എത്ര വർഷമായി നോമിനേഷൻ കൊടുക്കുന്നത്? അതായത് മൂവബിൾ പ്രോപ്പർട്ടി, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി രണ്ടാണ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ സ്ഥലവും കെട്ടിടമാണ്. അതിൻ്റെ മാർക്കറ്റ് വാല്യൂ കാണിക്കണം. മൂവബിൾ പ്രോപ്പർട്ടിയുടെ മാർക്കറ്റ് വാല്യൂ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് അത് വാങ്ങിച്ചപ്പോഴുള്ള പർച്ചേസ് വാല്യൂവും അത് ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ രണ്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ ഒളിച്ചു വെച്ചിരിക്കുന്നത്? രണ്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ശരിയല്ലെന്ന്. ഇൻകം ടാക്സ് റിട്ടേൺ ശരിയല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് എനിക്ക് നോട്ടീസ് അയക്കേണ്ടത്. അതിൽ അലവൻസ് ഒരിക്കലും വെക്കില്ല. അലവൻസ് വരുമാനമല്ല, വരുമാനം സാലറിയാണ്. ഇൻകം ടാക്സ് ആക്റ്റാണത്. ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചിട്ടല്ലേ നമ്മൾ ഇത് കൊടുക്കുന്നത്, ഇൻകം ടാക്സ്. ഇതുപോലെ അബദ്ധങ്ങൾ നിറഞ്ഞ കുറേ കാരണം അവർ തന്നെ വന്ന് പറഞ്ഞു. റിട്ടേണിംഗ് ഓഫീസർ അത് നമുക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ടൊരു സമയം വെച്ചു. ആ സമയത്ത് എല്ലാവരും കൂടി VD സതീശൻ്റെ പത്രിക തള്ളുമോ? VD സതീശൻ്റെ പത്രിക തള്ളണമെന്നാവശ്യപ്പെട്ട് TG സൈമൺ CPIയുടെ കെട്ടിയിറക്കിയ പറവൂരിലെ സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി പത്രിക തള്ളണമെന്നാവശ്യപ്പെട്ട് പരാതി കൊടുത്തു. പക്ഷേ തള്ളിയില്ല. സതീശൻ്റെ പത്രിക സ്വീകരിച്ചിരിക്കുന്നു. ഞാനിത് പറയാൻ കാരണം അന്തംഗമ്യ അടിമകളുടെ ഒരവസ്ഥയെ സതീശനെ വീഴ്ത്താൻ നോക്കിയിട്ട് കാലങ്ങൾ കുറേ ആയിട്ടുണ്ട്. ഒരു രീതിയിലും സതീശൻ്റെ മേത്തേക്കോ അയാളുടെ രോമത്തിലേക്കോ എത്താൻ ഇവർക്കാർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ പിന്നിലും ഈ പത്രിക ഒരു ഒബ്ജക്ഷൻ കൊടുക്കണമെന്നുള്ളതും ഈ പറയുന്ന തീരുമാനവും ആ ഒരു ഐഡിയയും ആ ഒരു ബുദ്ധിയും വന്നിരിക്കുന്നത് പിരായിരി MLAയുടെ തലയിൽ നിന്നാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പിരായിരി MLA ഇപ്പോൾ പറയുന്നത് സങ്കടമൊന്നും ഇല്ല കേട്ടോ, സങ്കടമൊന്നുമില്ല, സതീശൻ്റെ പത്രിക തള്ളാത്തതിൽ സങ്കടമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. കാരണം ഇവന് വലിയ കുബുദ്ധിയുടെ ആശാന. ഈ കുബുദ്ധി കാരണം ഇവൻ തന്നെ പാരയായി മാറുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നത്. സതീശൻ്റെ പത്രിക തള്ളിക്കാൻ കളിച്ച കളി എന്തിനാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി അത് VD സതീശനായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അവിടെ സതീശൻ മത്സരരംഗത്തുണ്ടാവുന്നത് പോലും തടയാനുള്ള, അല്ലെങ്കിൽ അത് മുടക്കുവാനുള്ള, അതിന് തടസ്സം നിൽക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. കാരണം സതീശനെതിരെ ആദ്യം രാഹുൽ മാങ്കൂട്ടം വിവാദം കൊണ്ടുവന്നു. ആ വിവാദങ്ങൾ കത്തിച്ച് ആരോപണങ്ങൾ ഉണ്ടാക്കി. അതിൻ്റെയൊക്കെ ഉസ്താദ്, അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാത്തിൻ്റെയും നേതാവ് സതീശനാണ്. രാഹുലിനെ സതീശനിലേക്ക് മുട്ടിക്കുവാനുള്ള ഏർപ്പാടുകൾ പലതും നടത്തി നോക്കി, അല്ലേ? അത് കഴിഞ്ഞിട്ട് പുനർജനിയിൽ ഒരു അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു CBIക്ക് അന്വേഷണത്തിന് ശുപാർശ ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പിണറായി വിജയൻ പോയി. അപ്പോഴാണ് വളരെ കൃത്യമായിട്ട് സതീശൻ അതിനുള്ള മറുപടിയുമായി ഇറങ്ങിയത്. അപ്പോൾ ആ ഒരു നിലപാടിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു രീതിയിലും അത് സതീശന് മാത്രമേ ഗുണമാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പിന്നീട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഈ പറയുന്ന സതീശൻ്റെ പത്രിക തള്ളണമെന്നുള്ള ഒരു ഒബ്ജക്ഷനുമായിട്ട് ഇവർ എത്തുന്നത് എന്നുള്ളതാണ്.
അപ്പോൾ ചെയ്ത പണികളൊക്കെ, എടുത്ത പണികളൊക്കെ വെള്ളത്തിൽ വളിയിട്ട പോലെ കുമിളകൾ പൊന്തുമെന്നല്ലാതെ, ഏത് ചില ആളുകളൊക്കെ ബീച്ചിലൊക്കെ ഇരുന്ന് കുമിള പറത്തി കളിക്കുന്നൊക്കെ ഉണ്ടല്ലോ, കുമിള പറക്കുന്നുണ്ട് എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കുമിള പറത്തലുകൾ ഇവരുടെ ശീലമാണ്. കാരണം എന്താ, വെള്ളത്തിൽ വളിയിട്ട പോലെ കുമിള മാത്രമേ ഉള്ളൂ, സൗണ്ടും ഇല്ല, നാറ്റവും ഇല്ല. അതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെയാണ് ഒടുവിൽ സൈമണെ തൃശ്ശൂരിൽ നിന്ന് കെട്ടിയിറക്കുന്നു. എങ്ങോട്ടേക്ക്? പറവൂരിലേക്ക്. എന്നിട്ട് സൈമണെ കൊണ്ട് ഒരു ഒബ്ജക്ഷൻ കൊടുപ്പിക്കുന്നു. പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അപൂർണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിഗണിക്കരുത് എന്നാണ് ആവശ്യപ്പെടുന്നത്. മനസ്സിലായില്ലേ? പക്ഷേ സതീശൻ്റെ നോമിനേഷൻ അത് സ്വീകരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ സതീശനെ ഇങ്ങനെ ഒരു ഭാഗത്തൂടെ മെല്ലെ എങ്ങനെയെങ്കിലും വേട്ടയാടി മത്സരരംഗത്തുണ്ടായാൽ ഇവർക്ക് ഒരു കാര്യം ഉറപ്പാ, പറവൂരിൽ അയാൾ പ്രചരണത്തിന് ഇറങ്ങിയാലും ഇല്ലെങ്കിലും അയാളുടെ തട്ട് താണ് തന്നെ ഇരിക്കുമെന്ന്. ഇത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടവും പറയുന്നത്. എനിക്കെതിരെ ആരോപണം വന്നപ്പോൾ തന്നെ എൻ്റെ പ്രസ്ഥാനവും എൻ്റെ നേതാക്കന്മാരും എന്നെ കേൾക്കുക പോലും ചെയ്യാതെ നടപടി എടുത്തിട്ടുണ്ട്. അതിൽ ഈ ലോകത്ത് എൻ്റെ പ്രസ്ഥാനത്തെപ്പറ്റി പരാതി പറയാൻ എനിക്കല്ലാതെ മറ്റാർക്കും അവകാശമില്ല. കേട്ടോളി, മറ്റാർക്കും, എനിക്ക് മാത്രമേ അവകാശമുള്ളൂ. മറ്റാർക്കും എൻ്റെ പ്രസ്ഥാനത്തെപ്പറ്റി പരാതി പറയാൻ അവകാശമില്ല. ഇല്ലാത്ത അത്രയും വേഗതയിലും എതിർവാദം കേൾക്കാൻ പോലും തയ്യാറാകാതെയും നടപടിയെടുത്ത കോൺഗ്രസിൻ്റെ തട്ട് താണ് തന്നെ ഇരിക്കും എന്ന് പറഞ്ഞാൽ സതീശൻ്റെ തീരുമാനങ്ങൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം രംഗത്തേക്ക് എത്തുന്നത്. അവിടെയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വളരെ കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു ഗംഭീര കംബാക്ക് അത് വളരെ പെട്ടെന്ന് തന്നെ സാധ്യമാകുമെന്നുള്ള കാര്യം ഏവർക്കും ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ കൂടി ഇരുന്നാൽ വളരെ സുഗമമായിട്ട് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിലേക്കും അയാൾ ഒഴിച്ചിട്ട് പോയ അയാളുടെ സിംഹാസനത്തിലേക്കും കോൺഗ്രസ് തിരിച്ചു കൊണ്ടുവരുമെന്നുള്ള കാര്യവും ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഈ വേട്ടക്കാർക്ക്, പിരായിരിയിലെ ഭ്രാന്തൻ പരിൻ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പിമ്പിനെ പോലെയുള്ള ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായ കാര്യമാണ്. അവിടെ പിന്നെ എന്താണ് ഇനി സംഭവിക്കാനുള്ളത്? സതീശൻ മത്സരിച്ചാൽ വിജയിക്കും, സതീശൻ വിജയിച്ചാൽ മുഖ്യമന്ത്രിയാകും എന്നൊക്കെ ഉറപ്പാ. ഇനി സതീശൻ മാറി നിൽക്കണം, സതീശനെ മാറ്റി നിർത്തണം. അതിനു വേണ്ടിയിട്ട് എന്താ വഴി? മത്സരിച്ച് തോൽപ്പിക്കുക അത്ര ഈസിയുള്ള ഒരു കാര്യമല്ല. പിന്നെ എന്ത് ചെയ്യണം? അയാൾ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഉണ്ടാവാതിരിക്കുവാനുള്ള എല്ലാ വഴികളും, സാധ്യമായ വഴികളൊക്കെ തേടുക എന്നുള്ളതാണ് ഇവരുടെ മുമ്പിലുള്ള ആകെയുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സതീശൻ്റെ പത്രിക തള്ളാൻ വേണ്ടിയിട്ട്, നിങ്ങളൊരു കാര്യം ആലോചിക്കണം, AKG സെൻറ്ററിൽ സതീശൻ്റെ പത്രിക തള്ളിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊരു പത്രിക കൊടുക്കാൻ പറ്റൂല. ഒന്നും മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും സാധിക്കില്ല. അങ്ങനെ ഉള്ള സതീശൻ്റെ പത്രിക തള്ളാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. AKG സെൻറ്ററിൽ ലഡുവും ജിലേബിയും അടക്കമുള്ള സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് കേട്ടത്. ഏതുപോലെ ഇത് ആരുടെ ബുദ്ധിയാ? ഈ പൊളിറ്റിക്കൽ പിമ്പ് സരിൻ്റെ ബുദ്ധിയായിരുന്നു. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ AKG സെൻറ്ററിൽ ലഡു അടക്കമുള്ള മധുര പലഹാരങ്ങൾ വാങ്ങി വെച്ചിരുന്നു സതീശൻ്റെ പത്രിക തള്ളിക്കഴിഞ്ഞാൽ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതടക്കമാണ് ഇല്ലാതെയായത്. ഇതുപോലെ ഒരു വട്ടം മധുര പലഹാരങ്ങൾ വാങ്ങി വെച്ചതാണ്. അത് 2024 ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് എണ്ണുന്നതിൻ്റെ തലേ ദിവസം പാലക്കാട്ടെ ജില്ലാ കമ്മിറ്റി ആഫീസിൽ ഈ പറയുന്ന മധുര പലഹാരങ്ങൾ വാങ്ങി വെച്ചതാ. അവസാനം എന്ത് ചെയ്യേണ്ടി വന്നു? പാലക്കാട്ടെ തോട്ടിൽ കൊണ്ടുപോയി ഒഴുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അന്നും ആരാ ജിലേബി വാങ്ങാനും ലഡു വാങ്ങാനും ഓർഡർ കൊടുക്കാനും പണം കൊടുക്കാനും ഒക്കെ ഐഡിയ കൊടുത്തതാരാ? ഇത് വാങ്ങാനുള്ള പ്രചോദനം നൽകിയതാരാ? കണക്കുകൾ നിരത്തിയിട്ട് ഞാൻ വിജയിക്കുമെന്ന് പറഞ്ഞതാരാ? അത് ഈ പിരായിരിയിലെ ഭ്രാന്തൻ പൊളിറ്റിക്കൽ പിമ്പായിരുന്നു. ആ പിമ്പ് പറഞ്ഞത് കേട്ടിട്ടാണ് അന്ന് ലഡു വാങ്ങി വെച്ചത്, അന്ന് ജിലേബി വാങ്ങി വെച്ചത്. പക്ഷേ അത് തോട്ടിലൊഴുക്കേണ്ടി വന്നു. അതുപോലെയാണ് ഇപ്രാവശ്യവും പറവൂരിൽ സതീശൻ്റെ നാമനിർദ്ദേശിക പത്രിക തള്ളുമെന്ന് പറഞ്ഞ് ലഡു വാങ്ങി, ജിലേബി വാങ്ങി. അവസാനം എന്തായി? ഊമ്പല് മാത്രം ബാക്കിയായി.
മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത്? അപ്പോൾ സതീശനെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ തന്നെ ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് വലിയ ഒരു പിന്തുണ സതീശൻ ഇപ്പോൾ ഏറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്. ഇപ്പം നമ്മളെല്ലാവരും എന്താ പറയല്? രാഹുൽ മാങ്കൂട്ടത്തിനെ ചതിച്ചതും കൊലക്ക് കൊടുത്തതും സതീശനാണ് എന്ന്. എന്നാൽ രാഹുൽ മാങ്കൂട്ടം എന്താ പറയുന്നത്? എനിക്കെതിരെ ആരോപണം വന്നപ്പോൾ തന്നെ എൻ്റെ പ്രസ്ഥാനവും എൻ്റെ നേതാക്കന്മാരും എന്നെ കേൾക്കുക പോലും ചെയ്യാതെ, ഏതാണ് എൻ്റെ നേതാവ്? അത് VD സതീശനാണ്, അദ്ദേഹം എന്നെ കേട്ടിട്ടില്ല എന്നുള്ള സങ്കടം 24-ലെ ഹാഷ്മിക്ക് നൽകിയ അഭിമുഖത്തിൽ രാഹുൽ മാങ്കൂട്ടം വളരെ കൃത്യമായി പറയുകയും ചെയ്തു. ഇവിടെ സതീശൻ്റെ പേര് പറഞ്ഞിട്ടില്ല, ശരിയാണ്. പക്ഷേ എൻ്റെ നേതാക്കന്മാരും എന്നെ കേൾക്കുക പോലും ചെയ്യാതെ നടപടിയെടുത്തവരാണ്. അതിലെന്തെങ്കിലും പരാതി പറയാൻ അർഹതയുള്ളവർ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് എനിക്ക് മാത്രമാണ് എന്ന് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടം. അവിടെയും അയാൾ അവസാനിപ്പിക്കുന്നില്ല. അതോടൊപ്പം അയാൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇല്ലാത്ത ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ധാർമ്മികതമായ മൂല്യങ്ങൾക്ക് വാല്യൂ നൽകുന്നത് കൊണ്ട്, വില കൽപ്പിക്കുന്നത് കൊണ്ട് എൻ്റെ പ്രസ്ഥാനം എടുത്തിരിക്കുന്ന നടപടി, എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ തീരുമാനം, എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ തട്ട് അത് താണ് തന്നെ ഇരിക്കും. അത് ഏത് പൊളിറ്റിക്കൽ പിമ്പിനെ കൊണ്ടും അത് പൊന്തിച്ചു വെക്കാൻ സാധിക്കില്ല, അതിനെ മറികടക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു വെക്കുന്നത്. അതാണ് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. ഇത് എല്ലാവർക്കും നമ്മൾ ഈ രാഷ്ട്രീയത്തിൻ്റെ അകത്തളങ്ങളിലുള്ള ഒരു കളിയുണ്ട്. ആ കളി മനസ്സിലാകുന്നവർക്ക് ഇത് മനസ്സിലാകും. അതുകൊണ്ട് തന്നെയാണ് സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എത്ര വേഗമാണോ രാഹുലിന് അടി കിട്ടിയത്, ആ അടിയുടെ പ്രഹരവും